ഉപ്പുതറ പഞ്ചായത്തിൽ വെല്ലുവിളി മുറുകുന്നു. ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ ആസ്തി രജിസ്റ്റർ തിരുത്തിയെന്ന ആരോപണത്തിന്റെ രേഖ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തുവിട്ടു. തിരുത്തിയ ആസ്തി രജിസ്റ്ററിന്റെ രേഖയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ പുറത്തുവിട്ടത്. തന്റെ ആസ്തി പഞ്ചായത്ത് നോട്ടീസ് ബോർഡിൽ നാളെ പ്രദർശിപ്പിക്കുമെന്നും പ്രസിഡന്റ് ജെയിംസ് കെ പറഞ്ഞു. ബഹുമാനമുള്ള ഇടുക്കി ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ നമ്മുടെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പൻ കുറേ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ആസ്തി രജിസ്റ്റർ തിരുത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു ആരോപണം. എന്നാൽ ഈ ബഹുമാനമുള്ള അംഗം ആസ്തി രജിസ്റ്റർ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. എന്നാൽ വളരെ വ്യക്തമാണ്, ഇയാൾ ഇത് ആസ്തി രജിസ്റ്റർ എഴുതി ചേർക്കുകയും മുമ്പുണ്ടായിരുന്ന ഒരു സെക്രട്ടറിയുടെ സീലും അതുപോലെ ഒപ്പും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അത് വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും എൻ്റെ പക്കലുണ്ട്. അത് ഈ മീഡിയയ്ക്ക് ഇപ്പോൾ ഞാനൊരു കൈമാറുന്നുണ്ട്. സ്വന്തം വീട്ടിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ST ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു അടുത്ത ആരോപണം. നിലവിൽ അവിടെ നമുക്ക് പരിശോധിക്കാം, ആ റോഡ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മനോജ് MT അവരുടെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയാണ് ഈ റോഡിന് അനുവദിച്ചിട്ടുള്ളത്. അവിടെ നിലവിൽ 6ഓളം ആളുകൾ അവിടെ സ്വന്തമായിട്ട് വീടും സ്ഥലങ്ങളുമുണ്ട്. അതും ST പെട്ട ആളുകളാണുള്ളത്. അത് പ്രസിഡന്റിൻ്റെ ആസ്തി വ്യക്തമാക്കണം. കൃത്യമായിട്ട് പറയുകയാണ്, ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭരണസമിതിയുടെ കയറിയ അന്ന് മുതലുള്ള മുഴുവൻ ആസ്തി രജിസ്റ്ററിൻ്റെ ആസ്തികളുടെയും വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അടക്കം അവിടെ നിന്ന് നമ്മുടെ നോട്ടീസ് ബോർഡിൽ ഇടാൻ ഞാൻ തയ്യാറാണ്. പൊതുജനങ്ങൾക്ക് അത് കാണുന്നതിനും പരിശോധിക്കുന്നതിനുമായിട്ട് നോട്ടീസ് ബോർഡിൽ ഇടാൻ തയ്യാറാണ്. കാര്യമായിട്ട് ബന്ധപ്പെട്ടും അപ്പോൾ ഈ റോഡിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടും ഫ്രാൻസിസ് ദേവസ്യ അറയ്ക്കപ്പറമ്പൻ 25,000 രൂപ അക്കൗണ്ടിൽ മേടിച്ചിട്ടുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അടക്കം വേണം ഈ ഫ്രാൻസിസ് ദേവസ്യ ഈ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇത് കാണിക്കാനായിട്ട് ധൈര്യമുണ്ടെന്നാണ് എനിക്ക് കാര്യത്തിൽ ചോദിക്കാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഇയാൾ പറയുകയുണ്ടായി, പാർട്ട് ബില്ല് മാത്രമാണ് മാറിയിട്ടുള്ളത്. നിലവിലെ പാർട്ട് ബില്ല് മാത്രമാണ് മാറിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ആൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ പറഞ്ഞ മുഴുവൻ ബില്ലുകളും മാറി എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ആരെ വെള്ളപൂശാൻ നോക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം.